അപ്പൊ ഇതാണോ അപ്പൊ അഭിയു കാഴ്ച നിൽക്കുന്നത്? ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ കാഴ്ച നിൽക്കുന്ന ഇപ്പൊ കണ്ടില്ല ഞങ്ങൾ ഡിസ്പ്ലേ ആയിട്ട് വെച്ചതാണ് അതൊക്കെ. ആളുകൾ പേര് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ കാണുന്നത് കാസർഗോഡ് എന്ന് പറഞ്ഞോ. ഏതൊക്കെ എത്ര ഐറ്റം മാവും തൈകളുണ്ട് നിങ്ങളെ? 100ഓളം വെറൈറ്റി മാവുകൾ, 100ഓളം വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ല കാഴ്ചയിരിക്കുന്നതൊക്കെ വിയറ്റ്നാംസൊക്കെ കേട്ടാ. എന്തായാലും നമുക്ക് അവരിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പരിപാലന രീതിയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നോക്കാം. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഒരല്പം കൃഷിവിശേഷങ്ങളാണ്. അതായത് ഫലവൃക്ഷ തൈകളും ഒരല്പം ചെടികളൊക്കെ ആയി ബന്ധപ്പെട്ട് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഗ്രീൻ അഗ്രോ ഫാം എന്ന് പറയും. ഇത് മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി രണ്ടത്താണി തോയന്നൂർ ഭാഗത്തായിട്ട് നമുക്ക് ഹൈവേയിലൂടെ വരുമ്പോൾ രണ്ടത്താണി കൂടി ഇങ്ങോട്ട് പാസ് ചെയ്യാം. അങ്ങനെ പല പല മാർഗ്ഗങ്ങളുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ ഓരോരോ തൈകളും അതിൻ്റെ വളർത്തുന്ന രീതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരല്പം കാഴ്ചകളിലേക്കാണ് കുറേ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് വ്യത്യസ്തമായ കഴുങ്ങും തൈകളാണ്. ഇവിടെ ഏകദേശം 6ഓളം കഴുങ്ങും തൈകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പേരൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അത് നമുക്ക് അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മളൊരു സുഹൃത്തും കൂടിയാണ്, അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം വ്യത്യസ്ത മോഡലുള്ള കഴുങ്ങും തൈകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരുകളൊക്കെ ഏകദേശം മൂപ്പിടുന്ന് ചോദിച്ചു. അപ്പോൾ പോകാം. അപ്പോൾ ഇത് എന്തൊക്കെ ഐറ്റം കഴുങ്ങും തൈകളാണ് നിങ്ങളുടെ അടുത്തുള്ളത്? കഴുങ്ങും തൈകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിൽ ഒരു 5-6 വ്യത്യസ്ത ഐറ്റങ്ങളുണ്ട്. 6 ഐറ്റം. ഓരോന്നിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് കാസർഗോഡ് എന്ന് പറഞ്ഞോ. അതിന്റെ പുറത്ത് ഇത് മോണിത്തിനഗർ എന്ന് പറഞ്ഞു. മോണിത്തിനഗർ. ഇതിനപ്പുറത്തുള്ളത് സൈഗൺ ആണ്. ആ അടുക്ക പ്രത്യേകത ഉള്ള അടുക്കാണ് സൈഗൺ എന്ന് പറഞ്ഞത്. ഇത് സൈഗൺ. സൈഗണിന് കുറച്ച് വിലയും കൂടുതലാണ്. ഇതൊക്കെ ചെറിയ വിലയുള്ളൂ. ഇതിന് തൈന് ഏകദേശം 50 രൂപയോളം വരും അല്ലേ? 50 രൂപ അതിന് വരും. ഈ കവുങ്ങ് തൈകളൊക്കെ ഇത്രയും വലിയ തൈകൾക്കൊക്കെ ചെറിയ വിലക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോൾസെയിലൊക്കെ വളരെ കുറഞ്ഞ റേറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ തൈന്റെ പ്രത്യേകത നിങ്ങൾ സൈഗൺ പറഞ്ഞല്ലോ, ആ തൈന് എന്തൊരു പ്രത്യേകത? ആ സൈഗൺ പറഞ്ഞ ഈ എന്താ കൂടുതൽ നന ഇല്ലാത്ത സ്ഥലത്ത് വെക്കുന്ന അടക്ക വലിയ അടക്കാണ്. ഓറഞ്ചിന് വലിപ്പമൊക്കെ ഉണ്ട്. ഞങ്ങൾ തന്നെ കൊടുന്ന് കുത്തിയതാണ്. വലിയ അടക്കകളാണ്. വലിയ അടക്കളായിട്ട് വരും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ വേറെയും കുറെ ഐറ്റം, ഇതൊക്കെ വ്യത്യസ്ത ഐറ്റങ്ങളാണ്. അതെ അതെ, ഈ കാണുന്നതൊക്കെ അതേമാതിരി ഈ തൈകൾ ഇവിടെ കണ്ടില്ല, വലിയ പൊങ്ങി നിൽക്കുന്നത്. അവിടെ ഹൈറ്റ് കൂടിയത് അതൊക്കെ വലിയ തൈകൾ. ഒരു കൊല്ലം കൂടി അധികം കേട് തീർന്ന തൈകളാണ്, വലിയ തൈകളാണ്. ഓക്കെ. ഇതേ സെയിം സാധനം കുറച്ച് ഹൈറ്റ് വളർച്ച കൂടിയത്, അത് കുറച്ചും കൂടി കാലപ്പഴക്കം വന്നു നടത്താം. ഒരു കൊല്ലത്തേക്ക് വളർച്ച അധികം ഉള്ളത്. പിന്നെ ഇതൊക്കെ ഓരോരോ വ്യത്യസ്ത പേരുകളിലുള്ള തൈകളാണ്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും ഉണ്ട്. അപ്പൊ നാട്ടിലെ നാടൻ തൈകളെല്ലാം അർത്ഥം അല്ല. ഓരോ നാടൻ തൈകൾ എന്ന് വെച്ചാൽ നാടൻ കഴിയുമ്പോഴൊക്കെ നമ്മൾ 2-3 കൊല ഉണ്ടാവുമ്പോ ഈ ഇങ്ങനെ ജനങ്ങൾ പറഞ്ഞ 5-6 കൊലയൊക്കെ അങ്ങനെ കഴിഞ്ഞ ഉണ്ടാവും. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു കാണിച്ചത്. ഞങ്ങളിതൊക്കെ എന്താ പറയാ, അതിന്റെ ഫാമിൽ പോയിട്ട് അടക്ക കൊടുന്ന് കുത്തി തൈ ഉണ്ടാക്കിയാണ്. അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് കൊടുത്തു. ഞാൻ അടുത്തൊക്കെ എന്തെങ്കിലും കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കല്ലോ. അപ്പോൾ ഇനി അടുത്തത് എന്തിലേക്ക് നമ്മൾ പോവാം? അവിടെ ഇനി നമുക്ക് അടുത്തത് ഞാൻ നിങ്ങളേക്ക് എത്തുന്നത് ഇവിടെ കണ്ട മാവും തൈകളുണ്ടല്ലേ. ഇതൊരു ലോകം തന്നെ ഉണ്ട്. എന്താ പറയുക, വ്യത്യസ്തമായ ചെടികളുടെ മാവിൻ തൈകളാണ്. എൻ്റെ ചുറ്റുഭാഗത്ത് നോക്കിയാലും ഇതുപോലെ തന്നെ മാവും തൈകളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒരാളോടെ ഉണ്ട്, കരീംക്ക ഉണ്ട്. മൂപ്പരോട്ട് സംസാരിക്കാം. അപ്പോൾ കരീംക്ക, എത്ര ഐറ്റം മാവും തൈകളുണ്ട് നിങ്ങളെ? 100ഓളം വെറൈറ്റി മാവുകൾ, 100ഓളം വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നു 100-ലേറെ എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മള് 100ഓളം എന്നേ പറയുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ സാധാരണ ഇവിടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മാവാണ്. ഈ ഒരു സെക്ഷൻ ഇരിക്കുന്നത് കാട്ടിമോൺ. അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. പലരും ഇത് കൊണ്ടുപോകുന്നുണ്ട്. വീടുകളിൽ നിന്നും കാഴ്ചയായിട്ട് റിസൾട്ടും കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളെ ബനാന മാംഗോ നമ്മുടെ ഫാമിൽ തന്നെ കാഴ്ച. നല്ല റിസൾട്ടാണ്, കാണാൻ നല്ല ഭംഗിയുള്ള അതിലുള്ള മാവാണ്. ഇതാണ് ബനാന മാംഗോ. ഇത് ബനാന മാംഗോ. അതിന്റെ പിന്നെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റുകളും കുറച്ച് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിലെല്ലാം നമ്മുടെ നാടിന്റെ അല്ലതൊന്നും ഒക്കെ പുറത്തുനിന്ന് വരുന്നത്. അതേപോലെ തന്നെ നിയാസാക്കി എന്തൊക്കെ പേരുകളല്ലേ? നിയാസാക്കി നല്ല പ്ലാന്റുകളാണിത്. അതെ, നിയാസാക്കി ഉണ്ട്. ഇത് കാട്ടിമോന്റെ വേറെ ഒരു ചെറിയൊരു വെറൈറ്റി വേറെ.
ഇതൊക്കെ ഏകദേശമേ നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ എത്ര സമയം പിടിക്കും ഇത് കായ്ച്ചു വരാൻ? നമ്മൾ പരിചരണം പോലെയാണ്. എത്ര നല്ല മാവാണെങ്കിലും ശരി, എത്ര മോശപ്പെട്ട മാവാണെങ്കിലും ഞാൻ എങ്ങനെയാണോ അതിനെ പരിചരിക്കുന്നത് അത് അതിനനുസരിച്ചാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ശരിക്കും നമുക്ക് കിട്ടുക. അത് ഏത് മാവിൻ്റെന്ന് മാത്രമല്ല, ഏത് ചെടി, ഏത് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും. ഞാൻ വെറുതെ കൊണ്ടുപോയി ഒരു കൊത്തി വെറുതെ വെച്ച് ഞാനും മാവ് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സൂര്യപ്രകാശം, 90% സൂര്യപ്രകാശത്തിന് ശരിക്കും വേണം, നിർബന്ധമായിട്ട് വേണം. പിന്നെ ഇതിപ്പോ ഇവിടുന്ന് ഇപ്പോൾ ഒരാൾ തൈ വാങ്ങിക്കുകയാണെങ്കിൽ ആ തൈ വാങ്ങിക്കുന്ന അതിന്റെ പരിപാലിക്കുന്ന രീതിയെ കുറിച്ചുള്ള ഉപദേശം കൊടുക്കും. അവർക്ക് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. എന്നാലും അവർ ചോദിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഞങ്ങളെ കൊണ്ട് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. അടുത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പോയിട്ട് അതിനെന്തെങ്കിലും മരുന്നുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് അടുത്തൊക്കെ ആണെങ്കിൽ വിസിറ്റ് ചെയ്തവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും നടത്താം. അപ്പൊ മാവ് മാത്രം 100-ൽ കൂടുതൽ കാണും ഇവിടെ അല്ലേ? 100 മാവുകൾ. പിന്നെ അവിടെ ബ്ലാക്ക് മാവൊക്കെ ഉണ്ടല്ലോ. ബ്ലാക്ക് മാവ് ഉണ്ട്. ബ്ലാക്ക് മാവ് ചിലർ വെച്ചൊന്ന് ചോദിക്കുന്നുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. റിസൾട്ട് എത്ര മാത്രം ഉണ്ടെന്ന് ബ്ലാക്ക് മാവിനെ പറ്റി നമുക്ക് ഉറപ്പില്ല. കാരണം നമ്മുടെ കാലാവസ്ഥക്ക് അത്ര യോജിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഇത് നാം ഡോക് മൈ. എന്താ പേര്? നാം ഡോക് മൈ. നാം ഡോക് മൈ. ഹായ്, വ്യത്യസ്തമായ പേരുകളാണ്. അതിന്റെ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിന്റെ റെഡും ഗ്രീനൊക്കെ വരും അല്ലേ? ഇതിപ്പോ ഏതാ? ഗ്രീൻ അല്ലേ? റെഡും ഉണ്ടല്ലേ? അപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് കണ്ട് ഒരു മാവിൻ്റെ ഒരു 100-ൽ കൂടുതൽ ഐറ്റം, വെറൈറ്റി ഐറ്റം മാവിൻ തൈകൾ നിങ്ങളെടുത്തുണ്ട്. ഇതാണ് ഇപ്പോൾ അമേരിക്കൻ ബ്യൂട്ടി. അമേരിക്കൻ ബ്യൂട്ടി. ഓഹോ, അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടി ഇല്ല? മാമ്പഴം അതുപോലെ ബ്യൂട്ടി ആയിരിക്കും അല്ലേ? കാണാൻ നല്ല ലുക്കാണ്. മാമ്പഴം എത്ര മാത്രം എന്ന് പറയാൻ സാധിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നാട്ടിൽ അറിയപ്പെടുന്ന കുറെ മാവുകളുണ്ടല്ലോ. ഇവിടെ ഒരു പൂത്തിട്ടുണ്ടല്ലോ. അതിപ്പോ സീസണായി തുടങ്ങിയില്ലത്. അത് ആൾ സീസണാണ്. ഏത് സമയത്തും മാങ്ങുണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ്. അപ്പൊ ഇതിന്റെ പേരെന്താ? ആൾ സീസൺ മാംഗോ തന്നെയാണ് പറയുന്നത്. ആൾ സീസൺ മാംഗോ. അപ്പൊ ഏത് സമയത്തും കഴിക്കുന്നത്, അതാണ് ആൾ സീസൺ കൊടുത്തല്ലേ? അങ്ങനെ കൊടുത്തത്. ഇതൊക്കെ പുറത്ത് തന്നെ അല്ലേ? നമ്മുടെ നാട്ടിൽ ഒക്കെ വിദേശികളാണ്. നമ്മുടെ നാട്ടിലത്തെ മാമ്പഴങ്ങളെല്ലാം നടത്തും. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കായ്ക്കുന്ന ഒരു കുറച്ച് വെറൈറ്റി അല്ലെങ്കിലും കുളമ്പ് ഈ ഐറ്റംസുകളൊക്കെ നമ്മളിത് വേറെയുണ്ട്. ഇതൊക്കെ കുളമ്പിൽപ്പെട്ട മാവ്. ഇത് ഈ കാണുന്നതൊക്കെ ശ്രീലങ്കൻ. ഈ കാണുന്ന ഇതാണ് ശ്രീലങ്കൻ മാവ്, കുളമ്പ് എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ മാമ്പഴത്തിൻ്റെ എറണാകുളം ഭാഗത്ത്, തൃശ്ശൂർ ഭാഗത്തൊക്കെ നല്ല പേര് വെച്ചൊരു മാങ്ങയാണ് ബാപ്പു മാംഗോ. ബാപ്പു മാംഗോ. അതിലെ ഗ്രീനും റെഡും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒക്കെ സ്റ്റോക്ക് ഉണ്ട്. ഗ്രീനും റെഡും അല്ലേ? അത് നല്ല റിസൾട്ടുള്ള മാമ്പഴം. അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്നത് മുഴുവനും മാമ്പഴത്തിൻ്റെ ശേഖരണം കേട്ടോ. വ്യത്യസ്തമായ ഇനം, എന്താ പറയുക, ഇവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ മാമ്പഴം നമുക്ക് നമ്മളെ വീട്ടുവളപ്പിൽ വളർത്തി പരിപാലിച്ചാൽ നമുക്കതിൻ്റെ ഫലങ്ങളും കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഇതിലേക്ക് വരാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിതിലൂടെ എന്താ പറയുക കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഏകദേശം പൂവിട്ട് തുടങ്ങി. എന്തായാലും അബിയൂലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അടുത്ത് വാപ്പം കൊണ്ടൊന്ന് സംസാരിച്ച് വെക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് സംഭവം, ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഇത് അബിയു ആണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാത്തൊരു പഴമുണ്ട്, എഗ് ഫ്രൂട്ട് പറഞ്ഞ കോഴിമുട്ടപ്പഴം. ചിലവർ വിചാരിക്കും അതാണ് ഇത്. പക്ഷെ ആ വർഗത്തിൽ പെട്ടതാണെങ്കിൽ ഇത് പ്രത്യേക ഒരു എന്താ പറയാ, പ്രത്യേക ഒരു ഫ്രൂട്ട്സ് ആണ്. നമ്മള് ഒരു ടേസ്റ്റ് ഉള്ള എന്ന് വെച്ചാല് ഒരു ഐസ്ക്രീം ഒക്കെ തിന്നുന്ന പോലെ നമുക്ക് സ്പൂണ് കൊണ്ട് ഇങ്ങനെ കഴിക്കാവുന്ന ഈ ഇളനീര് അതല്ലെങ്കിൽ നൊങ്കൊക്കെ അല്ലേ, അതിന്റെ ഒക്കെ മായത്തൊരു സാധനമാണ്. ഒന്നും വേസ്റ്റ് ഇല്ല. ഇത് കളർ എന്തായിട്ടാ വരിക? നമ്മളെ ഓറഞ്ചിന്റെ മുസംബി ഇല്ലേ, മുസംബിന്റെ കളർ. ഇത് ചെറുതും വലുതൊക്കെ ഉണ്ട്. 1 മുതൽ 4 വരെ കുരു ഉണ്ടാവും ഇതിൽ. ചിലയിൽ ഒരു കുരു ഉണ്ടാവുള്ളൂ, ചിലയിൽ 2 കുരു ഉണ്ടാവും. ഈ കുരു മുളച്ചാൽ തന്നെ എന്താവും, ഈ മുളച്ച തൈക്ക് 200 രൂപ വിലയുണ്ട്. അപ്പൊ അത്രയും നല്ല എന്താ പറയാ, ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇത് എവിടെ ഉണ്ടാവും, ഇത് ഒട്ടോ ബെഡോ ഒന്നല്ല, കുരു മുളച്ചുണ്ടാവണം. കുരു മുളച്ച് നല്ലപോലെ നമ്മൾ നോക്കണി 2ാമത്തെ കൊല്ലം എന്താവും കായ്ക്കും. ഇവിടെ ഞങ്ങൾ കണ്ടില്ല കീസിലൊക്കെ പൂട്ട് നിൽക്കുന്നു. ഞങ്ങൾക്ക് അവിടെ വലിയ മരം ഞങ്ങൾ റമ്മിൽ വെച്ചിരുന്നു. അത് കായ ഉണ്ടായിരുന്നു. നമ്മൾ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കും കായ ഉള്ളത്. ഞങ്ങൾ ഇവിടുന്ന് അറുത്ത് ഞങ്ങൾ കഴിച്ച്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിസൾട്ട് ഇങ്ങനെ പറയുന്നത്. ഈ സംഭവം ഇത് ഏതാണ് രാജ്യം? ഏകദേശം ആമസോൺ കാടുകളിൽ നിന്ന് വന്ന ആമസോൺ കാടുകൾ, അവിടെയുള്ള വെറൈറ്റി സംഭവങ്ങളെല്ലാം ഇത് ആമസോൺ കാടുകളിൽ നിന്ന് വന്ന വെറൈറ്റി നമ്മുടെ നാട്ടില് ഇത് എവിടെയും കായ്ക്കും. ഇതിപ്പോ ഈ തൈകളിപ്പോ ഏകദേശം എത്ര പ്രായമുണ്ടോ? ഇതിപ്പോ ഈ നിൽക്കുന്ന തൈകളൊക്കെ 1 വർഷത്തെ പ്രായം. 1 വർഷത്തെ? ഈ നിൽക്കുന്ന ഈ പൂട്ടിക്കുന്നതാ ഈ തൈയൊക്കെ 2 വർഷത്തെ പ്രായം. 2 വർഷം.
ഇത് പൂവിട്ടുണ്ടോ? അത് 2 വർഷം. അപ്പോൾ ഏകദേശം ഇത് നല്ല നിലക്ക് നോക്കുകയാണെങ്കിൽ 2 വർഷമാണ് സമയം. ഇത് പൂവിട്ടല്ലോ, അപ്പോൾ ആ സ്ഥിതിക്ക് 2 വർഷം കൊണ്ട് പൂ മൊത്തം ഒന്നും പിടിച്ചില്ലെങ്കിലും 1, 2, 3 കായ്ക്ക് ആദ്യ വർഷം ഉണ്ടാവും. പിന്നെ അങ്ങനെ തെയ്യിൻ്റെ കരുത്തിനനുസരിച്ച് പിന്നെ അങ്ങനെ കൂടി വരും. അപ്പോൾ ഇതാണ് അബിയുവിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ഇങ്ങനെയൊക്കെയുള്ള ഫലവൃക്ഷ തൈകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയിക്കാം. അതുപോലെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ അതിൽ ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു കാഴ്ച എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണോ അപ്പോൾ അബിയു കാഴ്ച നിൽക്കുന്നത്? അവിടുന്ന് പറഞ്ഞില്ലേ കാഴ്ച നിൽക്കുന്ന. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഡിസ്പ്ലേ ആയിട്ട് വെച്ചതാണ് അതൊക്കെ ആളുകൾ കാണിക്കാൻ വേണ്ടി. ഇവിടെ കണ്ടില്ലേ? ഇവിടെയും കാണുന്നുണ്ട്. ഇതാണ് കായ്. ഒരാളുണ്ട്. ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു 3/4 കിലോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ മരത്തുമ്മ കായ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഞങ്ങളൊരു 600-700 ഗ്രാം ഏകദേശം ആ ഒരു കായ ഉണ്ടായിരുന്നു. ഇത് അത്ര വലിപ്പം വരും. ഞങ്ങൾ ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ കായ ഏകദേശം 2 മാസം കൊണ്ട് ഏകദേശം 30 എന്നാ തോന്നുന്നുണ്ട്. വലിയൊരു ഓറഞ്ചിന്റെ വലിയൊരു മുസമ്പി ഇല്ല നമ്മളെ, അത്ര വലിപ്പം. ആ മുസമ്പിന്റെ ഒരു ലുക്കിലാണ് വരിക. നമ്മൾ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ മുസമ്പിന്റെ കളറുമാണ് നല്ല മഞ്ഞ കളറായിട്ടുള്ള കളറിലാണ് വരും. ഇതേമാതിരി ഞങ്ങളത് ഡിസ്പ്ലേ വെച്ച വേറെയും കുറെ തൈകൾ ഉണ്ട് കേട്ടോ. ഒരാൾ ആവശ്യപ്പെട്ട് വരികയാണ് ഇതന്നെ വേണം എനിക്കെന്ന് പറഞ്ഞാൽ ഇതങ്ങൾ കൊടുക്കും ഞങ്ങൾ. അങ്ങനെ ഉണ്ടല്ലേ? പിന്നല്ലാതെ ആവശ്യപ്പെട്ടത് താല്പര്യത്തിൽ വരുമ്പോൾ ഒരു കൊടുക്കും. പിന്നല്ലാതെ അങ്ങനെ കുറെ എന്താ പറയാ ഞങ്ങളിങ്ങനെ ചട്ടിയിലും ഡ്രമ്മിലും മറ്റുള്ളതൊക്കെ വെച്ച കുറെ സാധനങ്ങളുണ്ട്. ചിലവർക്ക് അതന്നെ വേണ്ടി വരും. ഇങ്ങനെ ഒരു ടിന്നിലാണ് ഇത് വെച്ചിട്ട് കിട്ടാം. അപ്പോൾ ഇങ്ങനെ ഒരു ടിന്നിലും ഇത് വളർത്തി നമുക്ക് വിഭവം ഉണ്ടാക്കാന്നുള്ള, അതായത് ഒരുപാട് ലാൻഡ് സ്ഥലം ഇല്ലാത്ത ആളുകൾ ടൗൺ ഏരിയയിലൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്യാ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ മീതെ ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ബിൽഡിങ്ങിന്റെ മീതെ എപ്പോഴും സൂര്യപ്രകാശം കൂടുതലുള്ളതിന് ഏറ്റവും നല്ലത് ബിൽഡിങ്ങിന്റെ മേൽഭാഗമാണ്. നല്ല ഓപ്പൺ വെയിലുണ്ടല്ലോ. ശരിയായ വെള്ളം കൊടുക്കാന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം അധിക സാധനങ്ങൾക്കും വേണം. മാവൊക്കെ പ്രത്യേകിച്ച് സൂര്യപ്രകാശം. അപ്പൊ നമ്മൾ അവിടെ കണ്ട അബിയുവിന്റെ കാഴ്ച മരാണിത്. ഇതിപ്പോൾ ഏകദേശം 2-3 വർഷമായിട്ടുണ്ടാവില്ലേ? അത് ഒരു 3-ാം വർഷമാണ്. 3-ാം വർഷം. 3-ാം വർഷത്തേക്ക് കടക്കുമ്പോൾ ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ കണ്ടത്. നേരത്തെ നമ്മൾ 2-ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ പൂവിട്ടത് കണ്ടു, 3-ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ അത് കായ കണ്ടു. ഓക്കെ, ചക്ക കായ്ച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടാവും പ്രിയ പ്രേക്ഷകർ. ഇതാണ് വിയറ്റ്നാം ചക്ക. വിയറ്റ്നാം ചക്കനെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പിലാവൻ മരം എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രായമായപ്പോൾ തന്നെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശദമായ കാഴ്ച എന്തൊക്കെയാണ് ഇതിൻ്റെ രീതിയും മറ്റുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ആരെങ്കിലും ഒരാളെ കണ്ട് സംസാരിച്ച് നോക്കാം. ഇവിടെയൊക്കെ കണ്ടില്ല കാഴ്ചയിരിക്കുന്നതൊക്കെ വിയറ്റ്നാം ചക്ക കേട്ടാ. എന്തായാലും നമുക്ക് അവരിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പരിപാലന രീതിയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നോക്കാം. കണ്ടത് അവിടെ അതിൽ കണ്ടല്ല, അതിലും ചെറിയതായിട്ടുള്ള തൈകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തായാലും അപ്പോൾ ഇപ്പോൾ ഈ തൈകൾ ഇത് വിയറ്റ്നാമിന്റെ പല ഐറ്റം ഉണ്ട് നിങ്ങളുടെ അടുത്തല്ലേ? ഈ വിയറ്റ്നാമിൽ തന്നെ 2-3 ഐറ്റത്തിനെ പറ്റി എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളതിൽ തന്നെ ഒരു 5-6 ഐറ്റം ഇതുണ്ട്. വിയറ്റ്നാമിലെ അൺസീസൺ ഏത് സമയം ചക്ക. അപ്പൊ കണ്ടില്ല ചെറിയ ചെറിയ ഈ തൈകളുമ്പോ തന്നെ ചക്ക ഉണ്ടല്ലോ, കണ്ടില്ല? ശരിയാണ്. ഇത്ര ചെറിയ ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്ന എത്ര അറിയോ? കണ്ടില്ല 200 രൂപ റേറ്റിനാണ് ഞങ്ങൾ ഈ തൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ കായുണ്ട് എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ പല വെറൈറ്റി. അപ്പൊ ഇതിന് തൊട്ടടുത്തിരിക്കണ്ടല്ലേ, ഈ ഇലയിൽ ചെറിയ വ്യത്യാസം തോന്നില്ല നിങ്ങൾക്ക്? ഇത് ഗമ്മലസ് എന്ന് വെളഞ്ഞീനില്ലാത്തത്. വിളനീനില്ലാത്ത ചക്ക മുറിക്കുമ്പോൾ ആകെയുള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ ഈ വിളനീൻ കൈമുട്ടുക. അതിനെ പോലും പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ. അതേപോലെ ഇത് ഉള്ളു ചുവന്ന താമരച്ചക്ക, വലിയ നല്ല ചുവന്ന ചുളയുള്ള ഒരു ചക്കയാണ്. അതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ നിങ്ങളെ? ഈ ചുള ചുവപ്പായിരിക്കും. അപ്പൊ അതിന്റെ ചുള ചുവപ്പായിരിക്കും. മറ്റേത് ഇത് ഗമ്മലസ്, ഭയങ്കര മധുരമാണ്. ഇത്ര ഇതൊക്കെ വിയറ്റ്നാം തന്നെയാണോ? പല വെറൈറ്റി ക്വാളിറ്റികൾ, പല ഐറ്റങ്ങളാണ്. ഇനി നിങ്ങൾ കണ്ടില്ല അവിടെയൊക്കെ കണ്ടി ഒരുപാട് തൈകൾ നിൽക്കുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഒരു 5-6 ഐറ്റം വ്യത്യസ്ത മോഡലുകളുണ്ട്. പിന്നെ വലുപ്പത്തിലും തന്നെ ഒരുപാട്. ഇതൊക്കെ ഒരു 6 മാസം 1 വയസ്സൊക്കെ ഒരു കൊല്ലത്തെ പ്രായമുള്ള തൈകളാണിത്. നിങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇതാ ചെറിയ ചക്കകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? നാട്ടിലും വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വലിയ വലിയ തൈകളുണ്ട്. അപ്പൊ ഇതിന് സീസണിന്റെ പ്രശ്നം ഇല്ല. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ എന്നും ചക്ക പോലെ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ 2-3 പ്ലാവ് ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. 5-6 ചക്ക വലിയ വലിയ ചക്കകൾ ഇപ്പൊ നിൽക്കുന്നുണ്ട്. എവിടെയും ചക്കല്ലാത്ത സമയമല്ലേ? അപ്പൊ ഈ പ്ലാവിന്റെ പ്രത്യേകതയാണ്. അതാണ് എനിക്ക് തോന്നിയത്. കാരണം ചക്ക നമ്മുടെ നാട്ടിൽ കഴിക്കും, അതിലൊരു സമയമുണ്ട്. പക്ഷെ ഇത് ഈ സമയത്തും കഴിച്ചിട്ടാണ്. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളാണ്. ഞാൻ അത് ചക്ക അങ്ങനെ ഗുണമില്ല ഇങ്ങനെ. പക്ഷെ നമ്മളെ അനുഭവത്തിൽ എന്റെ വീട്ടില് ഇപ്പൊ ഞാൻ ഈ നഴ്സറി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റേ നഴ്സറിയിൽ നിന്ന് കൊടുന്ന് വെച്ച ചക്ക ഉണ്ട്. അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ കൃഷിഭവൻ തന്നിട്ട് വെച്ച പ്ലാവുണ്ട്. എനിക്ക് 2-3 പ്ലാവ് ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചക്ക 5-6 ചക്ക ഇപ്പൊ ഈ ടൈമിലുണ്ടോ?
ഇതിന്റെ രുചിയും അറിഞ്ഞിട്ടുണ്ട് നിങ്ങള്? വളരെ ടേസ്റ്റാണ്. അല്ലേ? അതിനൊന്നും കുഴപ്പം. എന്റെ കാഴ്ചപ്പാടില് മറ്റു ചക്ക പോലെ തന്നെ ഇതിലേറെ മധുരമുള്ള ചക്ക എന്ന് പറയും. ഈ വിയറ്റ്നാം ചക്ക ഇപ്പോൾ ഭയങ്കര പേരാണല്ലോ. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് പ്രേക്ഷകർ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു വലിയ ഉപകാരമാണ്. ഇതിന്റെ പരിപാലനത്തിനെ പറ്റി പ്രത്യേകിച്ച് അപ്പോൾ ഈ അതാണ് ഇതിനൊക്കെ ഉള്ള ഒന്നാമത്തെ കാര്യം. നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി എറിഞ്ഞു പോന്നാലൊന്നും ഒരു തൈകളും ഉണ്ടാവില്ല. ആ തൈകളെ ഇപ്പൊ ഇത് കുട്ടികളാണ്. കുട്ടികളെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെ ഈ തൈകളിൽ നോക്കിയാൽ മാത്രമാണ് അതിന് നമുക്ക് ശരിയായ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ കൊണ്ടുപോയി ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു കവറിലാണ് കൊടുത്തുള്ളത്. ഇങ്ങനത്തെ ഈ കവറിൽ ഇതിപ്പോ പറമ്പിൽ നമ്മൾ കുയിൽ വെക്കുമ്പോൾ ഈ കവർ പൊട്ടിച്ചിട്ട് വെക്കല്ലേ സാധാരണ? അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾ ഇതിന് എല്ലാവർക്കും ഇതിനകത്ത് കൊടുക്കുന്നത് 2x2 കുഴി കൊടുക്കുക. 2 സ്ക്വയർ ഫീറ്റ് ആണ് ഉദ്ദേശിച്ചത്? അല്ല, 2 അടി മിനിമം 2 അടിയെങ്കിലും വീതിയും നീളവും ഉണ്ടാവാം. അതുപോലെ ആഴത്തിലും 2 അടി ഉണ്ടാവും. എന്നിട്ട് 1 അടി ആഴം വളമിട്ട് കിളർത്തണം മണ്ണിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ കവറ് പൊട്ടിച്ച് ആ കിളർന്ന മണ്ണിലേക്ക് കണ്ട് വെച്ചു കൊടുക്കണം. അതിനെ കൂടെ ചകിരിച്ചോറ് മിക്സ് ഉണ്ടാവുന്ന തണുപ്പ് നിൽക്കാനും മറ്റുള്ളൂ നല്ല. പക്ഷെ നമ്മളെ നാടൻ ചകിരിയോ നാടൻ ചകിരിത്തുപ്പോ അവരത് ട്രീറ്റ് ചെയ്ത ചകിരിത്തുപ്പ ഇടാൻ പാടുള്ളൂ. റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ? അത് കിട്ടും, അത് ഇടാം. അല്ലാതെ നമ്മളെ നാട്ടിലുള്ള ചകിരി ഇത് കുറഞ്ഞ ഇങ്ങനെ ഒരു ഫംഗസ് നമുക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്ലാവിന് പെട്ടെന്ന് ആ ഫംഗസ് വരികയും മരം പോകുന്നൊക്കെ ഉണ്ട്. അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഈ തൈ നടുന്ന ആരും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. നമ്മൾ ചപ്പ് ചവറുകൾ ഈ മരത്തിനോട് ചാരി ഇടാതെ ഫംഗസ് ബാധിക്കുന്നുണ്ട് പ്ലാവിന്, മറ്റുള്ള മരങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, ഇതിന് നമുക്ക് കൊടുക്കുന്ന വളം നമ്മുടെ നാട്ടിലെ വളമാണ് അതിന് സ്പെഷ്യലായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മെയിനായിട്ട് നമ്മൾക്ക് കിട്ടാവുന്ന വീട്ടിലുള്ള അല്ലെങ്കിൽ അടുത്തുനിന്ന് കിട്ടുന്ന വളപ്പൊടി വളമാണ് ഇതിന്റെ എല്ലാറ്റിന്റെയും മെയിൻ. അത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നമുക്ക് ആട്ടും കാഷ്ടം. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് കോഴിക്കാട്ടത്തെയും മറ്റൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പത്തെ ശാസ്ത്രീയ രീതിയില് കമ്പോസ്റ്റും അതുപോലെ എന്താ പറയാ അങ്ങനെ പലതും അതൊക്കെ ഇടുന്നത് നന്നായിരിക്കാം. നമുക്ക് എപ്പോഴും കിട്ടുന്നതും സുലഭമായ സാധനം നാടൻ വളപ്പൊടിയും. തീർച്ചയായും. അപ്പോൾ അപ്പൊക്കെ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെയൊക്കെയുള്ള തൈകൾ കൊണ്ടായാലും അതിൻ്റെതായിട്ടുള്ള വളമ കൊണ്ടുവന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെ തെറ്റിദ്ധാരണ ആവശ്യമില്ല. നമ്മളെ നാട്ടിലത്തെ വളപ്പൊടി ആട്ടിൻ കാഷ്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് കൊടുക്കാന്ന് അർത്ഥം. 100% ഏറ്റവും നല്ലത് അതാണ്. പിന്നെ അത് നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 അടി നീളത്തിൽ 2 അടി വീതിയിൽ 2 അടി ആയത്തിൽ മിനിമം അത് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 അടി ആയത്തിൽ വളമ മിക്സ് ചെയ്തിട്ട് മണ്ണൊന്ന് കിളർത്തണം, ഒന്ന് മിക്സ് ചെയ്യണം. ആ മണ്ണിൽ ഒന്ന് മിക്സ് ചെയ്ത് അതിൽ കൊണ്ടുപോയിട്ട് വേണം കവർ ബാഗ് പൊട്ടിച്ചിട്ട് വെക്കാൻ. അങ്ങനെ പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഫലം നമുക്ക് ഉപയോഗിക്കാമെന്നർത്ഥം. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്ന പ്രശ്നം നമ്മളിതിനൊക്കെ തൈകളൊക്കെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ നമ്പറും മറ്റുള്ളതൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ. നിങ്ങൾ ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിന് ശരിയായ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ അറിവ് തരും. ഏത് തൈകളും നല്ല ആളുകൾ ഞങ്ങൾ കൃഷി സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് ബന്ധം. നിങ്ങൾ സ്വാഭാവികമായിട്ടും കൃഷിഭവനുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ബന്ധം നിലനിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങളെ കസ്റ്റമറിന് വേണ്ട സപ്പോർട്ടിംഗ് ഒക്കെ നിങ്ങളെ കൂടെ പറ്റുന്ന പരമാവധി നിങ്ങൾ ചെയ്ത് കൊടുക്കുന്ന അർത്ഥം. ഓക്കെ ശരി. എന്നാൽ പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.